സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എണ്ണമാങ്ങ ആണ്. എണ്ണമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 1 കിലോ മാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ച് വേണം എടുക്കാനായിട്ട്. തുടച്ച് വെള്ളമയം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ അരിഞ്ഞെടുക്കാം. ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് വലിപ്പം കൂട്ടി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ കുറച്ച് ചെനച്ചതായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അച്ചാറിന് മധുരം ഒന്നും തോന്നിക്കത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. മാങ്ങ ഈ വലുപ്പത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കണം. കുറച്ച് വീതിയിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇത് ഇനി എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ചെയ്താണ് ഈ അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കണമെന്നല്ല, പക്ഷേ മാങ്ങ നല്ല രീതിയിൽ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കുകയോ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ഈ വെള്ളമയം എല്ലാം വലിഞ്ഞ് നല്ല രീതിയിലൊന്ന് വെന്ത് പുറത്തെ ആ തൊലിയൊന്നും കളയാതെ നമ്മളിത് മുറിച്ചെടുത്തേക്കുന്നത്. ആ തൊലിയുടെ കളറും എല്ലാം മാറി നല്ല രീതിയിൽ നമുക്കിത് കിട്ടുമ്പോൾ കോരിയെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്ത മാങ്ങ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കോരി മാറ്റാം. ആദ്യം ഇട്ട് കൊടുത്ത മാങ്ങ എല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ കളറ് മാറി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ചോറ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് എണ്ണമാങ്ങ. അതുപോലെ ഈ എണ്ണമാങ്ങയിൽ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേറെ കറികളൊന്നും ആവശ്യമില്ല. മാങ്ങ മുഴുവൻ വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് മുളക് വറുത്തെടുക്കുന്നുണ്ട്. 15 എരിവുള്ള ഉണക്കമുളകും 10 പിരിയൻ മുളകും കൂടിയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. മാങ്ങയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് പിരിയൻ മുളക് ചേർക്കുന്നത്. മുളകെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതേ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ഒരു പാനിലേക്ക് 3/4 സ്പൂണ് ഉലുവ പൊടിച്ചതും 3/4 സ്പൂണ് കടുക് പൊടിച്ചതും 1/2 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം. എല്ലാം പൊടികൾ മൂന്നും യോജിക്കുന്ന പോലെ നല്ലവണ്ണം ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ഈ മിക്സിലേക്ക് നമ്മൾ മിക്സിയിൽ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മാങ്ങാച്ചാറിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലേ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിനും കൂടി ആവശ്യമായത് ഈ പൊടിയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതേ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പൊടികളെല്ലാം ഒന്ന് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമെ സിമ്മിലിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം വറുത്തെടുക്കാനായിട്ട്. സാവധാനത്തിലെല്ലാം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കണം. അതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ എണ്ണയും കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ആകുന്ന പോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം.
ഇതുപോലെ മാങ്ങയിൽ പൊടികളെല്ലാം പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലവണ്ണം നമ്മൾ മിക്സാക്കി എടുക്കണം. ഞാൻ 1 കിലോയ്ക്ക് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിനുള്ളതായിരുന്നേ. ആ അളവിൽ നിങ്ങൾ 1 കിലോ എടുക്കുമ്പോൾ ആ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. എണ്ണമാങ്ങ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിലും നല്ലത് 2 ദിവസം വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴാണ് അതിനൊന്നും കൂടി ടേസ്റ്റ് കൂടുന്നത്. നിങ്ങൾ ഈ രീതിയിൽ മാങ്ങ അച്ചാർ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് കഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.